ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഞങ്ങളിങ്ങനെയൊക്കെ ഒരു ചാനൽ ദീപ്തി ടീച്ചർ എൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. ദീപ്തി ടീച്ചർ വലിയ ഒരു കാര്യം ചെയ്തായിരുന്നു. പക്ഷേ ഒരു ആദിവാസി ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിൽ 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് കഴിയുന്ന അജിത എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരു കുട്ടി രോഗാവസ്ഥയിലുള്ള കുട്ടിയാണ്. ഒരു കുട്ടിയെ അവർ ഹോസ്റ്റലിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ചെറിയ കുട്ടികളെ കൊണ്ട് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം. പൊടിക്കുഞ്ഞുങ്ങളാണ്. ഏറ്റവും ഇളയ കുഞ്ഞിന് 1 വയസ്സും മൂന്നാമത്തെ കുട്ടിക്ക് 2.5 വയസ്സും ഉള്ളൂ ആ കുട്ടിക്ക്. അപ്പോൾ ഒട്ടും സുരക്ഷിതമല്ലാത്തടുത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് മറ്റു പലയിടത്തും ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം പൊടിക്കുഞ്ഞുങ്ങളെ അവിടെ ഇട്ടേച്ചും അവർക്ക് തൊഴിലുറപ്പിനോ ഒന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം ഒരു കാറ്റടിച്ചാലോ മഴയത്തോ അതെല്ലാം നിലത്ത് വീഴുന്ന സാഹചര്യം. അപ്പം നമ്മുടെ ഞങ്ങളിങ്ങനെയൊക്കെ ചാനലിലെ ദീപ്തി ടീച്ചർ ആദിവാസികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ കുറേയൊക്കെ വീഡിയോയിലൂടെയും അല്ലാതെയും. പക്ഷേ അവിടെയൊക്കെ ആളുകൾ കൊണ്ടുവന്ന് പരകൾ വെച്ച് ദീപ്തി ടീച്ചർക്ക് ഒരുപാട് പണി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ അജിത എന്ന് പറയുന്ന സ്ത്രീ ഒരു കുഞ്ഞിനെ ദീപ്തി ടീച്ചറെ ഏൽപ്പിച്ചു. കാരണം അവരുടെ അവസ്ഥ ഭാവിയിൽ ആ കുഞ്ഞിനുണ്ടാവരുത്. ആ കുഞ്ഞെങ്കിലും നല്ല ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ വളരണം. അജിത ഒന്ന് സെറ്റിലാകുന്നവരെ ആ കുട്ടിയെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ദീപ്തി ടീച്ചറിനെ ഏൽപ്പിച്ചു. ആ പാവം ദീപ്തി ടീച്ചർ ആ കുഞ്ഞിനെയും കൊണ്ട് പോയി എന്ത് ഹാപ്പിയായി. ആ കുഞ്ഞും എന്ത് ഹാപ്പിയാണ്. ആ വീഡിയോ നിങ്ങളൊന്ന് പോയി കാണും. ഞങ്ങളിങ്ങനെയൊക്കെയാ എന്നൊരു ചാനലിൽ പോയി നിങ്ങൾ കാണും. ആ കുഞ്ഞിനെയും കൊണ്ട് വന്ന കുഞ്ഞിന് വേണ്ട ഡ്രസ്സുകളും കുടകളും അതിന് വേണ്ട ഭക്ഷണവും അതിനെ അംഗൻവാടി വിടാനുള്ളത് പരിപാടികളും കോലിസ് ഉൾപ്പെടെ എല്ലാം ദീപ്തിയുടെ ഭർത്താവ് കുഞ്ഞാവയും കൂടെ എന്ത് സന്തോഷത്തോടു കൂടിയാണ് ആ കുഞ്ഞിനതൊക്കെ മേടിച്ച് കൊടുത്തത്. ആ കുഞ്ഞ് എന്ത് ഹാപ്പിയായിരുന്നു. പക്ഷേ കുറേ കാബാലികന്മാരുടെ പണി കാരണം ആ കുഞ്ഞിനെ ഇപ്പം തിരിച്ച് അജിതയെ ഏൽപ്പിക്കേണ്ടി വന്നു. അപ്പോഴും ആ കുഞ്ഞിനോട് ചോദിക്കുന്നു, മോൾക്ക് നിൻ്റെ അമ്മയുടെ അടുത്ത് പോകണമെന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് വേണ്ടാന്ന് പറയുന്നു. പാവം ആ കുഞ്ഞ്, എനിക്ക് തോന്നുന്നു അജിത പറഞ്ഞ പോലെ ജീവിതത്തിൽ ആ 3 ദിവസം ആയിരിക്കും ആ കുഞ്ഞ് നല്ല ഭക്ഷണം കഴിക്കുകയും നല്ല രീതിയിൽ ശാന്തമായി സമാധാനത്തോടെ ഉറങ്ങുകയും ചെയ്തിട്ടുള്ളത് ദീപ്തിയുടെ കൂടെ ആയിരിക്കണം. ഇതുപോലെ നല്ല മനസ്സൊന്നും എല്ലാവർക്കും ഒന്നുമില്ല. ദീപ്തി ചെയ്യുന്ന പല കാര്യങ്ങളും ആർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എപ്പോഴും ദീപ്തിയെ പലരും നാനാ വഴിക്കൊന്നും കുറ്റപ്പെടുത്തലുകൾ. എനിക്ക് ഒരു കാര്യമാണ് ചോദിക്കാനുള്ളത്, ഇങ്ങനെ പോലെയുള്ളവരല്ലേ സംരക്ഷിക്കേണ്ടത്? ഇപ്പം ഈ പരാതികൾ ആറന്മുള ശിശുക്ഷേമ വകുപ്പിൽ പരാതി കൊടുത്ത ആളുകൾ എന്തുകൊണ്ട് ആ കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല? അല്ലെങ്കിൽ ആ ഫാമിലിക്ക് വേണ്ടി കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു 2 സെൻറ്റ് ഭൂമിയോ ഒരു വീടോ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഇതിനൊക്കെ പരാതി പറയുന്നതിന് ഒരു കഴമ്പുണ്ട്. ആ കുഞ്ഞിൻ്റെ സന്തോഷം ഇല്ലാതാക്കിയിട്ട് നിങ്ങൾ എന്ത് നേടി? ആ പാവ സ്ത്രീയുടെ കണ്ണുനീരിൻ്റെ ശാപം നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ട്. ആരൊക്കെ പരാതി കൊടുത്തോ അവർക്കെല്ലാം കിട്ടും. ഇങ്ങനെയുള്ളവരെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. ഒരു സ്ത്രീ പറയുന്നു, നോക്കാൻ വയ്യെങ്കിൽ പെട്ടുകൂട്ടുന്ന എന്തിനാണെന്ന്. ഇപ്പം മൃഗമായാലും മനുഷ്യനായാലും ഇവരുടെയൊക്കെ ശാരീരിക ആവശ്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ നിർത്താനും പ്രസവം നിർത്താനോ അല്ലെങ്കിൽ മറ്റു ഉപാധികൾ സ്വീകരിക്കാൻ ആദിവാസികൾക്ക് അറിയില്ല. നമ്മുടെ നാട്ടിലുള്ളവരെ പോലെ ആദിവാസികൾക്ക് അറിയില്ല. അപ്പം ഈ ജനന നിയന്ത്രണം കൊണ്ടുവരുന്ന സർക്കാരാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ ആരും ചെയ്യുന്നില്ല. ആദിവാസികൾക്ക് നമ്മളെപ്പോലെ നാട്ടിലുള്ളവരെ പോലെ വിദ്യാഭ്യാസമോ ഒന്നുമില്ല. എല്ലാം പറച്ചിലേ ഉള്ളൂ, എഴുത്തിലേ ഉള്ളൂ, ഒന്നും പ്രാബല്യത്തിലില്ല. ആ കുഞ്ഞിൻ്റെ അമ്മയുടെ സംസാരം ഒന്ന് ഞാൻ കേൾപ്പിക്കാം. മോളെ ചേച്ചിക്ക് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് കുറേ പേര് കമന്റുകളിട്ട്, പിന്നെ കുറേ ഓഫീസിൽ നിന്നൊക്കെ എവിടെ നിന്ന് വിളിച്ചിട്ടൊക്കെ ഇന്ന് ജില്ലാ ശിശുക്ഷേമ സമിതി ഓഫീസിൽ അങ്ങനെ കുറേ പേരൊക്കെ വിളിച്ചെന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് പറയാനുള്ള ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ചെറുപ്പത്തിൽ, എൻ്റെ നാട് ഉടുനാട് മണ്ണാണ്. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്കൊരു ചെറിയ പ്രായത്തിൽ ഞാൻ നാട് വിട്ട് പോയതാണ്. പോയിട്ട് ഞാനും ഹോസ്റ്റലിൽ നിന്നാണ് വളർന്നത്. ഏതാണ്ട് 10 വയസ്സ് മുതൽ 19 വയസ്സോളം ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ആ ഒരു അനുഭവം എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് പിന്നെ നാട്ടിൻപുറത്താണ് ഞാൻ പോയി നിന്നത്. അപ്പം ഇന്നത്തെ ഈ അവസ്ഥയിൽ ഞാൻ കാട്ടിലാണ് കിടന്ന് വളർന്നെങ്കിൽ എനിക്ക് ഈ കാട്ടിലെ രീതി മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. ഈ
ഡ്രസ്സ് മര്യാദയ്ക്ക് ഇട്ടാലും കഴിയാലും കുളിച്ചാലും അല്ലെങ്കിൽ ഒന്ന് മര്യാദയ്ക്ക് നടക്കണമെന്നോ എടുക്കണമെന്നോ ഇതൊന്നും എനിക്കറിയത്തില്ല. കാട്ടിലെ രീതിയിൽ തന്നെ ഞാനും പോകത്തുള്ളൂ. അതേ ഉള്ളൂ. കാട്ടിലെ രീതിയിൽ തന്നെ ഞാനും പോകത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് ഞാൻ നാട്ടിൻപുറത്ത് പോയി വളർന്നതിൻ്റെ കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അതൊരു തെറ്റാണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്കത് തെറ്റല്ല. കാരണം ഞാൻ അവരെ കൊല്ലാനോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊന്നും ചെയ്യാനും ഞാൻ ഒരിക്കലും നോക്കിയിട്ടില്ല. ഞാൻ വളർന്നതുപോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ എൻ്റെ പിള്ളേർക്ക് ഉണ്ടാവരുത്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പിള്ളേരെ വീട്ടിലാക്കിയിട്ട് സുരക്ഷിതമായിട്ട് വീട്ടിലാക്കിയിട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. എൻ്റെ മൂത്ത മോന് വയ്യാത്തതാണ്. പിന്നെ എനിക്കൊരു 1 വയസ്സും 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. ഒരാൾ ഹോസ്റ്റലിൽ പഠിക്കുകയാണ്, രണ്ടാമത്തെ കൊച്ച്. ബാക്കി 2 കൊച്ചുങ്ങളും കുഞ്ഞാണ്. ഒന്ന് നമ്മളിപ്പോഴത്തെ വാവയും പിന്നെ നമ്മുടെ ഓറഞ്ച് കുട്ടിയും. അപ്പൊ ഇവരെ രണ്ടുപേരും ഈ വയ്യാത്ത കുഞ്ഞിനെ അയപ്പിച്ചിട്ടാണ് ഞാൻ തൊഴിലുറപ്പിനായാലും കാട്ടിലെ പണിക്കായാലും ഞാൻ പോകുന്നത്. അത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ പണിക്കാരുണ്ടെങ്കിൽ അവരെ കൂടെ ആയിരിക്കും പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വീട്ടിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ആൾക്കാരെക്കാളും മറ്റാളെക്കാളും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ചേച്ചിനെ ഞാൻ പറഞ്ഞത്, ചേച്ചി ഞാനൊന്ന് സെറ്റിൽ ആവുന്നവരെ എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞ് പൈസയൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഇച്ചിരി 3 സെന്റ് സ്ഥലമായാലും ശരി എനിക്ക് സെറ്റിലായിട്ട് പുറത്തോട്ടിച്ച് വീടൊക്കെ വെച്ച് നല്ലപോലെ എല്ലാവരെ പോലെ എനിക്കും ജീവിക്കണം. ഞാൻ വളർന്നതിനേക്കാളും നല്ലോണം പിള്ളേരെ വളർത്തണം. അവരൊന്ന് ആഗ്രഹിക്കുമ്പോൾ ആ രീതിയിൽ ഒന്ന് മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു അമ്മയായിട്ട് പോലും എനിക്കത് പറ്റുന്നില്ല. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ പറയണമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ചേച്ചിയിൽ കുഞ്ഞിനെ ഏൽപ്പിക്കുക. അപ്പം എനിക്ക് പറ്റാത്ത പലതും അവരെ കൊണ്ട് അത് പറ്റും, അല്ലെങ്കിൽ അവർ അങ്ങനെ നിന്ന് എൻ്റെ കൊച്ച് വളരുമെന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. പ്രോട്ടീൻ ആഹാരങ്ങളും മറ്റുള്ള കാര്യങ്ങളും അതും ഇതൊക്കെ മേടിച്ചു കൊടുക്കുമെന്ന് ഓരോരുത്തർ പറയുന്നുണ്ട്, കൗൺസിലിംഗ് എടുക്കുന്നുണ്ട്, പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോഴൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ മാസത്തിലൊക്കെയാണ് ഈ ഇറച്ചി മീനും അങ്ങനെയുള്ളവരൊക്കെ കഴിക്കുന്നത്. ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പരിപ്പ് പയറ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കറി വെച്ച് തന്നെ കഴിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും എന്നെ പോലെ എല്ലാവരും ചിന്തിക്കണമെന്നില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പുറത്തുപോയി പഠിച്ചുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പുറത്തുനിന്നാൾ പോയി നിന്നുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എനിക്കറിയത്തില്ല, തെറ്റുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പലരും പറയുന്നുണ്ട് എങ്ങനെ അവർക്ക് കഴിഞ്ഞു, എന്തിനാണ് ഈ പിള്ളേരെ ഇങ്ങനെ പെറ്റുകൂട്ടുന്നത്. ഇവരൊക്കെ ഒത്തിരി പേര് 5, 6, 7, 8 മക്കളെയൊക്കെ പ്രസവിക്കുന്നവർക്ക് പറ്റിയില്ലെങ്കിൽ നിർത്തിക്കൂടെ എന്ന് ചോദിക്കും. അത് ദൈവം തരുന്നതാണ്, നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല. അത് ജീവിതം എന്ന് പറയുമ്പോൾ അത് കുടുംബമായിട്ട് താമസിക്കുമ്പോഴത്തേക്ക് അത് ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ തിരിച്ച് ഞാൻ കൊണ്ടുവരും. എത്രയും പേരെ അങ്ങനെ ആക്കിയിട്ട് ഓരോരുത്തർ ജോലിക്ക് വേണ്ടി പോകുന്നു, സമ്പാദിക്കാൻ പോകുന്നു. അതേ ഞാനും ചിന്തിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുന്നവരും കമന്റ് ഇടുന്നവരും ഒന്നും ആലോചിക്കുക. നിങ്ങളെല്ലാവരും നല്ലോണം സമ്പാദിച്ച് നല്ല രീതിക്കും ജീവിക്കുന്ന വ്യക്തികളാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു ആദിവാസി ആണെന്നേ ഉള്ളൂ, പക്ഷെ വളർന്നതും പഠിച്ചതൊക്കെ പുറത്താണ്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് പോലൊരു ജീവിതം എൻ്റെ പിള്ളേർക്ക് കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. ട്രൈബലിൽ നിന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട് നമുക്ക് വീടുണ്ട്, സ്ഥലമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാം വരുന്നു, പോകുന്നു, നോക്കുന്നു, ഓരോ മീറ്റിംഗ് നടത്തുന്നു. ഇതുവരെയൊക്കെയായിട്ടൊരു നല്ലൊരു വീട്, എൻ്റെ വീട് വെച്ചിട്ട് അതും കണ്ടപ്പോഴോ ഒരു ഉണ്ടാക്കി എന്താ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് പരാതിയില്ല, പ്രശ്നം അല്ലെങ്കിൽ ഞാനിങ്ങനെ തീരുമാനം എടുക്കത്തില്ല. ഇവരുടെ ഈ കണ്ണുനീരിന് ആര് മറുപടി കൊടുക്കും? പരാതി കൊടുത്ത മനസാക്ഷി ഇല്ലാത്ത ആളുകളെ എന്താണ് പറയേണ്ടത്? സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരെയാണ് സഹായിക്കേണ്ടത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ എന്നെ കുറേ ഇപ്പോഴും പരിഹസിക്കുന്നവരുണ്ട്, വേറൊരാളെ കാര്യം പറഞ്ഞിട്ട്. അവരെ പോലെയുള്ളവരൊന്നും അല്ല സഹായിക്കേണ്ടത്, ഇവരെ പോലെയുള്ളവരാണ് സഹായിക്കേണ്ടത്. ഞാൻ അന്ന് ആ ഒരു വീഡിയോയിൽ നല്ല കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എന്നെ പിടിച്ച് എൻ്റെ വീഡിയോ കാണരുത്, എനിക്ക് കമൻ്റ് ഇടരുത്, വളർത്താൻ അനുവദിക്കരുത്. ഇന്ന് പാവം ഐമറിൻ്റെ ചാനൽ സ്ട്രൈക്ക് കൊടുത്തിരിക്കുന്നു. ഞങ്ങളാരും ആ ചാനൽ വെച്ച് അരിയാഹാരം കഴിച്ചിട്ടില്ല. ഈ ചെയ്യുന്നവരൊക്കെയാണ് അത് വെച്ച് ആഹാരം കഴിക്കുന്നത്. അതെപ്പോഴും ഓർമ്മ വേണം. എല്ലാവരും പോയി ഞങ്ങളിങ്ങനെയൊക്കെ ആ ചാനൽ പോയി ഒന്ന് കാണണം. ഞാൻ ഈ പറയുന്നതിനെക്കാട്ടിലും അപ്പുറമാണ് ആ വീഡിയോ കാണുമ്പോൾ. ആ കുഞ്ഞുനീൻ്റെ കണ്ണുനീരും ദീപ്തിയുടെ കണ്ണുനീരും ആ കുഞ്ഞിൻ്റെ അമ്മയുടെ കണ്ണുനീരും
കാണാൻ സാധിക്കുന്നില്ല. ഇനിയെങ്കിലും ഉദ്യോഗസ്ഥരുടെ സർക്കാരിൻ്റെ കണ്ണ് തുറക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇവരെ പോലെ ഉള്ളവരെ സഹായിക്കണം. ഈ ഉപദ്രവിക്കാൻ വരുന്നവരോട് ഒരു അപേക്ഷയാണ്, എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾ ഉപദ്രവിക്കുക. നിങ്ങൾക്കിതിൽ നിന്ന് എന്താ ലാഭം? ദീപ്തി വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു, ഞാൻ ദത്തെടുത്തതല്ല, ആ കുഞ്ഞിനെ കൂടെ നിർത്തി പഠിപ്പിക്കാനായിട്ടാണ്. അതിൻ്റെ അമ്മയും പറഞ്ഞു, ഞാനത് സെറ്റിലായിട്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയിക്കൊള്ളാം. ഒരു പെൺകുഞ്ഞായിരുന്നു. അതിൻ്റെ ആ മുഖത്തെ സന്തോഷം നോക്ക്, ദീപ്തിയുടെ കൂടെയുള്ളപ്പം. തിരിച്ച് പോയപ്പോഴത്തെ ആ മുഖത്തെ ദുഃഖം നോക്ക്. എന്ത് മനസാക്ഷിയില്ലാത്ത ആൾക്കാരാണ്. ഇനിയെങ്കിലും അന്തങ്ങളോട് പറയുക, ഒന്ന് കണ്ണ് തുറക്കുക, ഇതുപോലെ ആളുകളെയൊക്കെ സഹായിക്കുക. നിങ്ങളൊക്കെ പോയി ഇവരുടെയൊക്കെ ചാനലുകൾ ഒന്ന് കാണും, ഒന്ന് കണ്ണ് തുറക്കുക. അപ്പോൾ ശരി, എനിക്ക് പറയാനൊന്നും അറിയില്ല, പക്ഷേ എന്നെക്കൊണ്ട് പറയണമെന്ന് തോന്നി ഞാനിത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.